ഹലോ കൂട്ടുകാരി, നമ്മൾ കണ്ടിട്ട് ഒത്തിരിയായല്ലേ. ഇന്ന് ഞാനൊരു കൊച്ചു കഥയുമായിട്ടാണ് വന്നത്. രണ്ട് മുട്ടനാടുകളുടെ കഥ. ഒരു ഗ്രാമത്തില് രണ്ട് മുട്ടനാടുകൾ ഉണ്ടായിരുന്നു. അവര് നേരിൽ കണ്ടാൽ എന്നും വികൃതിയാണ്. വികൃതി എന്ന് പറഞ്ഞാലോ, അടി ഇടി. നേരിൽ കണ്ടാൽ എപ്പോഴും വികൃതി കളിക്കുന്ന രണ്ട് മുട്ടനാടുകൾ. അങ്ങനെ ഒരു ദിവസം ഈ മുട്ടനാടുകള് അവരുടെ ഭക്ഷണം തേടി യാത്രയായി. അവരൊരു പുൽമേട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടിപ്പാലം, ആ പാലത്തിൽ കൂടി എങ്ങനെ പോകും? അവര് തർക്കമായി. തർക്കം എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നു, കുത്തുന്നു, അങ്ങനെ ഉഗ്രൻ വഴക്ക്. ഇത് എന്നും സ്ഥിരമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ക്രൂരനായ ചെന്നായ ഇത് കണ്ടു. അപ്പൊ ചെന്നായ എന്ത് ചെയ്തെന്നോ? ചെന്നായ വിചാരിച്ചു, ഇവരുടെ വഴക്കിങ്ങനെ എന്നും നടക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇവര് അടിച്ച് ഇടിച്ച് ചോര വാർന്ന് ചത്തുപോകും. അപ്പൊ എനിക്കിവരെ ഭക്ഷണമാക്കാം. ചെന്നായ ഇങ്ങനെ സ്വപ്നം കണ്ടു. കൊഴുത്തുരുണ്ട രണ്ട് മുട്ടനാടുകള് അവരിങ്ങനെ ചത്തു വീഴുമ്പോൾ പോയി വലിയ പരിശ്രമമൊന്നും കൂടാതെ ഭക്ഷണമാക്കാമെന്ന് ആ ചെന്നായ ഇങ്ങനെ സ്വപ്നം കണ്ടു. അങ്ങനെ ഒരു ദിവസം വീണ്ടും ഈ മുട്ടനാടുകള് പുൽമേട്ടില് മേയാനായിട്ട് പോയി. അന്നും ഇവര് ഈ പാലത്തിൻ്റെ അടുത്ത് വെച്ച് അടിയുണ്ടാക്കി. അടിയെന്ന് പറഞ്ഞാൽ ഇടി, ഓടിച്ചെന്ന് കൂട്ടിയിടിക്കുക. അങ്ങനെ അടിയുണ്ടാക്കുന്ന സമയത്താണ് ക്രൂരനായ ഈ ചെന്നായ ഈ പാലത്തിൻ്റെ അടുത്ത് ഒരു പുൽമേടിൻ്റെ ഒരു കുറ്റിച്ചെടിയുടെ മറവിൽ ഇങ്ങനെ മറഞ്ഞിരുന്നു. ഇവരിപ്പം അടിച്ച അവശരാകും. അപ്പോൾ ഞാൻ ഓടിപ്പോയി ആക്രമിച്ച് അവരെ ഞാൻ എൻ്റെ ഭക്ഷണമാക്കാം എന്ന് തക്കം പാർത്ത് ഈ മുട്ടനാടിനെ പിടിക്കാനായിട്ട് ആര് കാത്തിരുന്നു? ചെന്നായ ഈ കുറ്റിച്ചെടിയുടെ പുറകിലായിട്ട് കാത്തിരുന്നു. പക്ഷെ ഇത് ഒരു മുട്ടനാട് കണ്ടു. അപ്പോ ഇവരെത്ര അടിയാണെങ്കിലും ആ മുട്ടനാടിന് മറ്റേ ആടിനോടൊരു ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോ മുട്ടനാട് മറ്റേ മുട്ടനാടിനോട് പറഞ്ഞു, അവിടെ ക്രൂരനായ ഒരു ചെന്നായ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാത്തതുപോലെ പതിയെ ഈ പാലം കടന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഒരു മുട്ടനാട് ആദ്യം കടന്നു, മറ്റേ മുട്ടനാട് പിന്നെ കടന്നു. അങ്ങനെ അവർ ആ പാലം കടന്ന് അവരുടെ സുരക്ഷിതരായിട്ട് അവരുടെ താമസ സ്ഥലത്തെത്തി. ഇവരുടെ അടി കലശലായി അവശരായി വീഴുന്ന മുട്ടനാടുകളെ കാത്തിരുന്ന ക്രൂരനായ ചെന്നായയോ ഇളഭ്യനായിരുന്നു. അവനാണെങ്കിൽ പരിശ്രമിക്കാതെ ഇര പിടിക്കാനായി കാത്തിരുന്നതായിരുന്നു ഈ ചെന്നായ. പക്ഷെ എന്ത് ചെയ്തു? ചെന്നായക്ക് മുട്ടനാടുകളെ കിട്ടിയില്ല. ഇളഭ്യനായി തിരിച്ചു പോവേണ്ടി വന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അഹങ്കാരം, അല്ലെ? അഹങ്കാരം ആപത്ത് വിളിച്ചു വരുത്തും. നമ്മൾ എത്ര വഴക്കാണെങ്കിലും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കി മാറ്റും. എന്നാലോ വിട്ടുവീഴ്ചയില്ലാതെ എന്നും അടിയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ കാത്ത് വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ ഒഴിവാക്കി നമ്മുടെ ജീവിതം സുന്ദരവും സുരക്ഷിതവുമാക്കാനായി സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ പരസ്പരമായി വിട്ടുവീഴ്ചയില്ലാതെ അടിക്കുന്ന മുട്ടനാടുകളാവണോ? ഒരിക്കലും ആവരുതല്ലേ. ഈ ക്രൂരനായ ചെന്നായയെ പോലെ പല അപകടങ്ങളും നമ്മളെ കാത്ത് പതിയിരിക്കുന്നുണ്ടാവും. അപ്പം എത്ര വഴക്കിട്ടാലും നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല സുന്ദരമാക്കി മാറ്റാനായി നമുക്ക് കഴിയും, അല്ലെ? ചെറിയ വിട്ടുവീഴ്ചകൾ നടത്തിയത് കൊണ്ടല്ലേ
മുട്ടനാടുകൾ സുരക്ഷിതരായി അവരുടെ താമസ സ്ഥലത്തെത്തിയിരുന്നത്? അതല്ല, അവർ വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ ജയിക്കണം എന്ന രീതിയിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലോ? അവരെ കാത്ത് ഓ ചെന്നായ പതിയിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? അവശരാവുന്ന സമയത്ത് അവരെ മേത്തേക്ക് ചാടി വീഴാനായിട്ട് അക്കം പാർത്തിരുന്ന ചെന്നായ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിടികൊടുക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്ത് വലിയ രീതിയിലുള്ള വഴക്കുകളൊന്നുമില്ലാതെ സന്തുഷ്ടരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്നായിട്ട് ഉറങ്ങാം. നല്ലവരായിട്ട് എണീറ്റ് നല്ല കുട്ടികളായി വളരാം. ബൈ.